ഈ കോളിംഗ് ബെൽ കണ്ടില്ലേ? ഇതെന്നെ എത്രമാത്രം ശല്യപ്പെടുത്തുന്നുണ്ടെന്ന് നിനക്കറിയാമോ? എന്നാലും ഞാനിത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് ഏത് പാതിരക്കെങ്കിലും നീ വന്നടിച്ചാൽ എണീറ്റ് ഓടി വന്ന് വാതിൽ തുറന്നു തരാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പൊ നീ വന്ന് നിന്റെ ഡാഡിയാണ് നിനക്കെല്ലാം എന്ന് പറയുമ്പോൾ സാരമില്ല. അയാൾ വന്ന് വിളിക്കുന്ന ആ നിമിഷം നീ ഇറങ്ങിപ്പോകുമ്പോൾ എനിക്കൊന്നുമില്ല. എന്നാലും എന്തിനു വേണ്ടിയാണ് ഇത്രയും കാലം ഞാൻ കാത്തിരുന്നതെന്ന് ഓർത്തുപോകും. അതുകൊണ്ട് വല്യമ്മച്ചി, ഞാനിവിടെ വന്നത് തിരികെ പോകാനല്ല, ഇനിയുള്ള കാലം ഈ വീട്ടിൽ താമസിക്കാനാണ്. ഇല്ല, നീ പോകും, എനിക്കറിയാം. വല്യമ്മച്ചിക്ക് എങ്ങനെ അറിയാം? പോവില്ലെന്ന് ഞാനല്ലേ പറയുന്നത്. എനിക്ക് വിശ്വാസമില്ല. നീ കുട്ടിയാണ്. ആരെങ്കിലും വന്ന് വിളിച്ചാൽ ചെറുത്ത് നിൽക്കാൻ നിനക്കാവില്ല. ആര് വന്ന് വിളിക്കാൻ? ഡാഡിയോ? എന്റെ മമ്മിയെ പോലല്ലോ ഞാൻ. കുറച്ചുകൂടി തന്റെ ഇടം തോന്നില്ല എന്നെ കണ്ടിട്ട്. മാത്രമല്ല, ഈ നിമിഷം മുതൽ വല്യമ്മച്ചിക്ക് വേണ്ടി ഞാൻ എന്റെ ഡാഡിയെ വെറുക്കുന്നു, മറക്കുന്നു. പോരെ? എന്നാൽ വേഗം സത്യം ചെയ്. നിന്റെ വല്യമ്മച്ചി വിട്ടിട്ട് എന്റെ മോളിനി എങ്ങും പോയല്ലെന്ന് സത്യം ചെയ്. ശരി, മാതാവിന്റെ മുമ്പിൽ വെച്ച് തന്നെ ആവട്ടെ. എന്റെ വല്യമ്മച്ചി വിട്ടിട്ട് ഈ ലോകത്തിൽ ആര് വന്ന് വിളിച്ചാലും ഞാൻ പോവില്ല. സത്യം. എന്താ വല്യമ്മച്ചി? ഒന്നുമില്ല മോളെ. ഇത്രയും കാലം എന്നെയും കാത്തിരുന്ന വല്യമ്മച്ചി പിന്നെന്തിനാ ഞാൻ വന്നപ്പോ വല്ലാതെയൊക്കെ പെരുമാറിയത്? അതെനിക്കറിയില്ലായിരുന്നു മോളെ. എനിക്ക് വിശ്വസിക്കാൻ മേലായിരുന്നു. എങ്കി പറ, ആരെ പോലായിരുന്നു എന്റെ മമ്മി? എന്നെ പോലെയോ അതോ വല്യമ്മച്ചി പോലെയോ? ഞാനിപ്പോ വരാം. ദേ, ഇതാരാണെന്ന് കണ്ടോ? ഈ നെറ്റിയും മൂക്കും കണ്ണുമെല്ലാം നിന്റെ തന്നെയല്ലേ? മമ്മി, ഞാൻ കണ്ടിട്ടില്ലാത്ത എന്റെ അമ്മ. പെണ്ണ് എടാ, ഇന്നോടാ ഏതായി പെണ്ണെന്ന്? ഇന്നലെ വന്നതാ. ഇന്നലെ വന്നതാന്ന്. എന്തോന്നത്? യുവജനോത്സവോ? എടോ, കൊച്ചൊന്ന് കുറച്ച് വെക്കണോ? എന്തോ എന്തുമാ അയലത്ത് ഇറക്കാൻ കിടന്ന് പൊറുക്കണം. കൊച്ചൊന്ന് കുറയ്ക്കാൻ അവിടുന്ന് പോകാമല്ലോ. എടാ, അവിടെ ആള് പെശകാന്ന് തോന്നുന്നു. നീ കുറയ്ക്ക. അങ്ങനെ കൊടുക്കത്തില്ല. അവിടെ എന്ത് ചെയ്യുന്നു നോക്കാം. ഉണ്ടുണ്ടുണ്ട്, അവക്ക് മര്യാദയുണ്ട്. ഒന്നിഞ്ഞു വന്നേ. എവിടെ? ഒന്ന് കാണാനാ. എടോ, ഒന്ന് കണ്ടോട്ടേന്ന്. അവള് പോയെന്നാ തോന്നുന്നു. ഏതാടത്?
ആ എനിക്കറിയത്തില്ല, വല്ല പേയിങ് ഗസ്റ്റ് വല്ലതായിരിക്കും. എന്നാൽ അവക്കൊരു ഇംഗ്ലീഷ് പാട്ട് വെച്ചൂടെ? രാവിലെ തൊട്ട് എനിക്ക് കേട്ടൂടാ. വല്യമ്മച്ചി, വല്യമ്മച്ചി, വല്യമ്മച്ചി. എന്തിനാ വല്യമ്മച്ചി ഇത് അഴിച്ചു മാറ്റുന്നത്? ഇനി എന്തിനാ ഇത്? നീ വരുമ്പോൾ അടിക്കാനാണ് ഇത്രയും കാലം ഞാൻ സൂക്ഷിച്ചത്. നീ വന്നു, ഇനി എന്തിനാ ഇത്? ഒരു പോസ്റ്റ്മാൻ പോലും ഈ വഴിക്ക് വരില്ല. ഇതിന്റെ ആവശ്യമില്ല. പോ പോ, വേഗം റെഡിയാവ്. എവിടേക്ക്? ഇന്ന് ഞായറാഴ്ച അല്ലേ, പള്ളിപ്പോണ്ടേ? ഓ യെസ്, ഐ എം റെഡി. മാറണോ? അറിയാവടാ അറിയാവടാ, രാവിലെ ഇതിനെ മൂക്ക വലിച്ച് കയറ്റിട്ടുണ്ടെന്ന്. ഇട്ടോ ഇട്ടോ, നിന്റെ അപ്പന്റെ ചവപ്പൊട്ടിക്കകത്തുണ്ടോ ഇട്ടോ. തുമ്മിക്കോ തുമ്മിക്കോ, മൂക്ക് തെറിക്കുന്നവരെ തുമ്മിക്കോ. ആടാ ആടാ, എല്ലാം കൂടെ ഇട്ടോ. ഇങ്ങ് വാ, നീ ഇങ്ങ് വാ. മൈന്ദ്രങ്ങളെല്ലാം ചാറായി. അതാ എന്റെ കർത്താവേ, എന്റെ ദൈവമേ. വാ വാ അലക്സാണ്ടർ. അല്ല, നമസ്കാരം കുഞ്ഞമ്മേ. അലക്സാണ്ടർക്ക് അറിയാമോ ഇത് ആരാണെന്ന്? അറിയാം, പിള്ളേര് പറഞ്ഞു. ആഹാ, ഏതായാലും കുഞ്ഞമ്മ കരുത പോലെ ആളിങ്ങി എത്തിയല്ലോ. ഞങ്ങളെന്നാ വരട്ടെ കുഞ്ഞമ്മേ. അപ്പൊ നിങ്ങൾ രണ്ടെണ്ണല്ലേ? വാടാ ഇവിടെ. അഹിതമൊന്നും സംഭവിക്കരുത്. അച്ഛനെ കാണിക്കാൻ കൊണ്ടുവന്നതാ. അച്ഛനറിയാമോ ഇതാരാണെന്ന്? പള്ളിയിലേക്ക് കയറി വരുന്ന കണ്ടപ്പോഴേ സംശയം തോന്നി. ഒരിക്കൽ കണ്ടാ പിന്നെ ഞാൻ മറക്കൂല. നമ്മൾ നല്ലപ്പ കാണുക, മുമ്പ് കണ്ടിട്ടില്ലല്ലോ. എന്നാ ഞാൻ പറയട്ടെ. എനിക്ക് മനസ്സിലാകാണ്ടിരിക്കുവോ? മാത്യൂസിന്റെ മോളല്ലേ? ഈ കണ്ണും മൂക്കും ഒക്കെ മാത്യൂസിന്റെ അല്ലേ കുഞ്ഞു? അച്ഛന് ഏത് കണ്ണുണ്ടായി കാണുന്നത്? ഇത് അയാളുടെ മോളൊന്നുമല്ല, എന്റെ മോള, എന്റെ മണിക്കുട്ടിയുടെ മോൾ. വാ മോള. അത് തന്നെയാ ഞാനും പറഞ്ഞത്. അഹിത ഒന്നും സംഭവിക്കരുത് എന്ന് പറഞ്ഞതല്ലേ?